ഹായ് ഫ്രണ്ട്സ്, ഗോകുമാർ കോയിക്കുമടത്തിൽ ജൂലിയേഴ്സ് എപ്പിസോഡിന്റെ 58ാമത് എപ്പിസോഡായ കവിതകൾ 7 എന്ന ഈ ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ ഈ ലൈവ് വീഡിയോ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പോലെ വ്യത്യസ്തമായ ഒരു കവിതയാണ്. ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നും വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളുമായിട്ടും അതേപോലെ തന്നെ ഷെയറുകളും ഒക്കെ ചെയ്ത് എൻ്റെ ഈ ഗോകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പ്രോഗ്രാമിനെ വിജയിപ്പിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ ഹൃദയത്തിനോട് നമ്മുടെ ഹൃദയങ്ങളോട് മാത്രം നമ്മൾ കഥകളും കവിതകളും സ്നേഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പറയാറുണ്ട്. പക്ഷെ നല്ല ഹൃദയങ്ങളോട് മാത്രം പറയുന്ന നല്ല എന്തുകൊണ്ട് ഇതേക്കുള്ള വരികളെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരങ്ങൾ ലൈക്കായിട്ടും കമന്റായിട്ടും ഷെയറുകളായിട്ടും ഒക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജൂലിയേഴ്സ് എന്ന് പറയുന്ന ഹൈന്ദവയുടെ ചാരിറ്റിക്ക് വേണ്ടി അതേപോലെ തന്നെ ഫണ്ടുകൾ കണ്ടെത്തിയും സാധാരണ എന്നെ പോലെ നിങ്ങൾക്ക് ഇനിയും വരാം എന്നുള്ള നിങ്ങൾക്കും വന്നു ഭവിച്ചേക്കാവുന്ന ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അതേപോലെ മരണപ്പെടുന്ന ഓരോ ജനങ്ങൾ ഓരോ വിഷമങ്ങളും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ട് മരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അതേപോലെ നമ്മുടെ മരണങ്ങളും അതേപോലെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും ഒരു ചാരിറ്റിയുടെ കാവൽക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു കവാടത്തിന്റെ മുമ്പിലേക്ക് ഒരു എന്താ പറയാ ഒരു പുനരുളി പോലെ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ രാവ് പോലെ ഒരു എന്താ പറയുക നിങ്ങളുടെയൊക്കെ ഹൃദയ സാധനങ്ങൾക്ക് വേണ്ടി അല്ലെ സ്വപ്ന സാഫല്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെയുള്ള പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ എൻ്റെ സാഫല്യങ്ങളും പൂവണിയും എന്നുള്ള പ്രതീക്ഷയോടെ എൻ്റെ ആയസുകൾ വന്നെത്തും, ഇനിയും മറ്റുള്ള രോഗങ്ങൾ വന്നെത്തില്ല, അതേപോലെ എൻ്റെ വളർച്ചകളും സംഭവിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലിലൂടെയാണ് ഞാൻ ഈ ജൂലിയേഴ്സ് എപ്പിസോഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഹൈന്ദവയ്ക്ക് വേണ്ടിയിട്ട് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഫേസ്ബുക്ക് ഫയൽ ലൈവ് ഓണായപ്പോൾ തന്നെ നമ്മൾ തുടങ്ങിയത്. അതേപോലെ ഇതിന്റെ വലിയ വളർച്ചകൾ വന്നെത്തുമായിരിക്കാം. മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് നിയമോപദേശവും ഒക്കെയുള്ള ഈ രാജ്യത്ത് അതേപോലെ പല ജാതി നാനാമതം മനുഷ്യരുമുള്ള ഈ ലോകത്ത് അതേപോലെ ശക്തിയില്ലാത്തവരുമായിട്ടുള്ള ജനങ്ങളുമുള്ള ഈ ലോകത്ത് ബാക്കിയുള്ളവരെ പോലെ നമുക്കും ആവാൻ പറ്റും എന്ന് കരുതുന്നില്ല. അതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ ചാരിറ്റികളെയും ഒക്കെ ആശ്രയിക്കുന്നത്. അതേപോലെ വളരാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ജനങ്ങൾ അങ്ങനെ ഇപ്പോൾ മറ്റുള്ള രീതിയിൽ ഫണ്ടുകളും പണങ്ങളും കണ്ടെത്തുമ്പോൾ നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഒരു വിവിധാംശങ്ങൾ കൊണ്ട് മാത്രം നമ്മുടെ ചാരിറ്റികളെ വളർത്തിക്കൊണ്ടുപോകുന്ന ആരും ദ്രോഹിക്കാതെ അവരുടെ ഒന്നും നഷ്ടപ്പെടാതെ ഒക്കെയുള്ള ഒരു സ്വപ്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചാരിറ്റി അതിന് അംഗീകാരങ്ങൾ ഉണ്ടാവും. അത് ജനങ്ങൾക്ക് എന്നും ഗുണങ്ങൾ ഉണ്ടാവും. അവരുടെ ഹൃദയങ്ങൾക്ക് പോലും മറ്റുള്ള വിഷാംശങ്ങളോ ഭാഷഫലങ്ങളോ ഒന്നും വന്നെത്താതെ അവരുടെയൊക്കെ ആയുസ് അവരുടെയൊക്കെ ജനങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭരണ സിസ്റ്റം പോലെ തന്നെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വളർന്നു വരുന്ന ജനിച്ചാൽ മരണമുണ്ട് എങ്കിലും നമ്മുടെ ആയുസ്സുകളെ നമ്മൾ പരമാവധി കെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അത് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വളർച്ചയിൽ നമ്മുടെ രാജ്യത്തിനൊക്കെ നമ്മുടെ സാമ്പത്തികങ്ങളൊന്നും ചെന്നെത്താതെ ഭക്ഷണങ്ങൾ കൊണ്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും നമുക്ക് വരുന്ന അംഗവൈകല്യങ്ങളും ദോഷങ്ങളും അസുഖങ്ങളും ഒക്കെ വന്നു ഭവിക്കുമ്പോൾ നമുക്ക് തുണയായിട്ട് ആരുമില്ല എന്നുള്ള ഒരു ആശയം വന്നതിൻ്റെ പേരിലാണ് ഗോകുമാർ കൃഷ്ണ എന്ന ഫേസ്ബുക്കിലൂടെ ഞാൻ ഈ ഒരു ചാരിറ്റിയെക്കുറിച്ച് ആലോചിച്ചത്. അതിൻ്റെ ഒരു സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കവിതകൾ സ്വന്തം തന്നെ ഹൃദയങ്ങളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പ്രതീക്ഷകളിലൂടെയുള്ള ഈ എന്താ പറയുക ഈ കവിതകൾ ഒക്കെ രചിക്കുകയും കഥകൾ എഴുതുകയൊക്കെ ചെയ്യുക. ബാക്കിയുള്ളവരുടെ ദ്രോഹങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് അല്പനർത്ഥം കിട്ടിയ അർത്ഥത്തിലധികം കൂടെ പിടിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ കുട പിടിക്കാറില്ല, അങ്ങനെ പിടിക്കുന്നു. ഒരു ടെക്നോളജിയിൽ ഒരു മനുഷ്യൻ ഒരു കണ്ടുപിടുത്തം നടത്തിയത് പ്രാക്ടീസ് ചെയ്താൽ മറ്റുള്ളവരുടെ അവിടെ ജാതിയോ മതവും ഒന്നും നോക്കാതെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വെച്ച് ഹൃദയങ്ങളെ കണ്ടുപിടിച്ച് മറ്റുള്ള മെഡിസിനോ മറ്റു പലതോ ടെക്നോളജികളോ ഒക്കെ പഠിക്കാറുണ്ട് അല്ലെ ചെയ്യാറുണ്ട്. അല്ലെ വളർന്നു വരുന്ന രാജ്യങ്ങളുടെ അവസ്ഥകളിൽ മനുഷ്യന് വന്നു പോയിക്കുന്ന ബുദ്ധിമുട്ടുള്ള വിഷാംശങ്ങളോ മറ്റുള്ള അസുഖങ്ങളോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹാർട്ടിനെ ഒരു മനുഷ്യന്റെ ബ്രെയിനെ ഹൃദയത്തിൽ മൃഗങ്ങളെ പരീക്ഷിക്കാറുണ്ട്. മനുഷ്യനെ പരീക്ഷിച്ച് ദ്രോഹിക്കുന്ന ഒരു കണ്ടുപിടുത്തം അതിന് ഇന്ത്യൻ ഭരണകൂടം തരണം. അതേപോലെ ഇന്ത്യയിലെയും അതേപോലെ ശരാശരി ഒരു ഇന്ത്യൻ പൗരനായ നമ്മുടെയൊക്കെ ഹൃദയവും ബ്രെയിനെ ടെക്നോളജി വെച്ച് നമ്മുടെ രാജ്യത്ത് തന്നെ മറ്റുള്ള അന്യ രാജ്യക്കാര് കണ്ടുപിടിച്ച സോഫ്റ്റ്വെയർ ടെക്നോളജികൾ അത് ഇന്ത്യയെ
സ്വന്തമാക്കിയ നമ്മുടെ ഭരണാധികാരികൾ അവർക്കൊക്കെ സല്യൂട്ട് തന്നെ കൊടുക്കണം. നമ്മുടെയൊക്കെ ഹൃദയത്തോട് ചെയ്ത അവരുടെയൊക്കെ വളർച്ചയ്ക്കും പദവിക്കും വേണ്ടി ചെയ്ത ഒരു കാര്യങ്ങൾ ഇനിയും വരും കാലങ്ങളിൽ നമ്മളെ പോലെ സാധാരണ ജനങ്ങൾ അതും ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അതും വലിയ പ്രതീക്ഷയുടെ ഒരു ലോകമാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ചാരിറ്റികൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി തുടങ്ങിയത്. അതേപോലെ തന്നെ വരും കാലങ്ങളിൽ ഇനിയും മറ്റുള്ള ഒരു ഭരണകൂടങ്ങളിൽ നമ്മുടെയൊക്കെ വിലയേറിയ കയ്യൊപ്പുകൾ ചെന്നെത്തുന്നില്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലികൾക്കും മറ്റ് പലർക്കും എത്തിക്കണം. നമ്മളെന്ന് പറയുന്നത് വീക്ഷിക്കുന്ന അതേപോലെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും എന്നെക്കുറിച്ച് സ്നേഹിക്കുന്നവരും നമ്മുടെ പണമോ പദവിയോ ഒന്നുമല്ല, ബാക്കിയുള്ള സ്നേഹം മാത്രമാണ്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന രീതിയിൽ മര്യാദയ്ക്ക് ജീവിക്കണം എന്നുള്ള മനുഷ്യരുടെ ഓരോ വിഷമ സ്വപ്നങ്ങളും സന്തോഷങ്ങളും സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ എൻ്റെ ഈ കവിതകളുടെ ഒരു ഒരു സ്വരക്കൂട്ട് തന്നെ ഞാൻ എൻ്റെ ഹൃദയങ്ങളെ പുറത്തിറക്കിക്കൊണ്ടും സ്വപ്നങ്ങളെയും സാഹിത്യവും അതേപോലെ പ്രകൃതിയെയും മനുഷ്യനെയൊക്കെ വർണ്ണിച്ചുകൊണ്ടും എഴുതിയേക്കുന്ന ഒരുപാട് കവിതകളുണ്ട്. അതിൽ ഒരു കവിതയാണ് ഞാനിന്ന് വായിക്കാൻ പോകുന്ന കണ്ണീർ തുള്ളികൾ എന്നുള്ള എൻ്റെ കവിതയാണ്. ഈ കവിത നിങ്ങൾക്കായി ഞാനിവിടെ ആലപിക്കാൻ എന്തെങ്കിലും പോരായ്മകളോ ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഈ വരികളെ എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ സ്വപ്നങ്ങൾ, അതേപോലെ എൻ്റെ പ്രതീക്ഷകൾ എല്ലാം ഈ വരികളിൽ ഞാൻ എഴുതി രചിച്ച് എൻ്റെ ഹൃദയം പോലെ ഞാൻ എൻ്റെ തുലിയിൽ കൊണ്ടെഴുതിയ കവിതകളാണ്. അതേപോലെ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ആലാപനത്തിലോ അല്ലെ എൻ്റെ സ്വരലയങ്ങളിലോ ശ്രുതിലയങ്ങളിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള രീതിയിലുള്ള ഹാർട്ടുകൾ അല്ലെ അറ്റാക്കുകൾ, മറ്റുള്ള ബ്രെയിൻ ടെക്നോളജികൾ, അത് മറ്റുള്ളവരില്ല മനസ്സിലാക്കി നമ്മുടെ ഹൃദയങ്ങളിൽ പരീക്ഷിച്ചതിൻ്റെ ഭാഗമാണ് മറ്റു പല ഗായകന്മാരും ഇന്ന് ഹൃദയം പൊട്ടി മരിക്കുകയോ ഹൃദയം പൊട്ടിയോ മെഡിസിൻ തേടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹൃദയത്തെ ദ്രോഹിക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത് ഗായകന്മാർക്കും അറിയാം, മറ്റുള്ള ആൾക്കാർക്കും അറിയാം എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും മറ്റു പല പല സ്നേഹിക്കുന്ന കവിതയും അതേപോലെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ ഇരുന്നതാണ്. അതുകൊണ്ട് ഈ റത്ത് കടിച്ച മെട്രോയുടെ നഗരങ്ങളിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെ പോലെ നമ്മുടെ ഹൈന്ദവൻ്റെയും അതേപോലെ ഇന്ത്യയും കേരളവും പോലുള്ള നാടുകളിൽ നമ്മുടെ പോലും ഹൃദയങ്ങളെ നോക്കാതെ മറ്റുള്ള ഭരണങ്ങൾ നടപ്പിലാക്കിയ മറ്റുള്ള രാജ്യങ്ങളുടെ സ്വപ്നങ്ങൾ ഭരണകൂടങ്ങളിൽ കൊണ്ടെത്തിക്കാൻ വിട്ട ഭരണാധികാരികൾ അവർക്ക് ഈ അവസരത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ കവിതകൾ ഒരു സല്യൂട്ടായി തീരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ കവിത ആലോചിക്കാൻ പോകുന്നത്. കണ്ണീർ തുള്ളികൾ വീണുടയുമി വെള്ളാരം കല്ലിൽ ചൊരിയും പ്രഭയ മിഴിനീർക്കണമൊരു കൊച്ചു സ്വപ്നത്തിൻ കൂടൊരുങ്ങി ഈരാവിൻ വിണ്ണിൻ മൺകൂടൊരുങ്ങി അറിയാത്ത നേരത്ത് ഈ കൊച്ചു ചില്ലയിൽ അറിയാതെ ഞാൻ തളർന്നിരുന്നു ഇന്നീരാവിൻ സ്മൃതിയിൽ. അറിയാതെ ഞാൻ അവനെന്നു വരുമെന്നോർത്ത് ഇന്നീ നീലരാവിൽ കാലൊച്ചയാ ഈ നീലാവിൽ കാലൊച്ചയാ നിഴൽ പാത പോലെ ഏകയായി ഞാൻ കാത്തിരുന്നു എൻ പ്രിയതമൻ അറിയാതെ ഈ രാഗാത്ര തീരത്ത് ഈ കൊച്ചു ചില്ലയിൽ എന്നും വിളിക്കൂട്ടിൽ ഏകയായി ഞാൻ കാത്തിരുന്നു ഈ മാനത്തി പെണ്ണിടക്കൂട്ടിൽ ഏകയെ പോലെ
എന്തായാലും നമ്മുടെ ശ്വാസകോശത്തിന്റെ ഹൃദയങ്ങളിൽ മറ്റുള്ളവരുടെ എന്താണ് ഇമ്പാക്റ്റുകൾ നമ്മുടെ ഹാർട്ടിലേക്ക് വന്ന് നിറയുന്ന ശ്വാസകോശങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്നെങ്കിലും എന്തായാലും നമുക്ക് എന്താ പറയുക മറ്റുള്ള രീതിയിൽ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്കിലും മറ്റുള്ളവരുടെ വിജനമായ ഹൃദയം, അതിന്റെ സ്വപ്ന സാഫല്യം എൻ്റെ ഇന്നത്തെ ഈ വരികൾ അല്ലെങ്കിൽ ഈ സ്വപ്ന വരികൾ ഇതിനും റൈറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിനെ മാത്രം അംഗീകരിക്കണം എന്നുള്ള മനുഷ്യരുള്ള ഈ ലോകത്ത് എനിക്കും വലിയൊരു പ്രതീക്ഷയോടെ പുതിയൊരു വഴിത്തിരിവാണ്. വരും കാലങ്ങളിലെങ്കിലും ഇനിയും ഇതേപോലെയുള്ള കവിതകൾ ഈ രീതിയിലെങ്കിലും അവതരിപ്പിക്കാനോ പാടുവാനോ പറ്റട്ടെ എന്നുള്ള ഒരു ഹൃദയം എൻ്റെ മനസ്സിന്റെ ഒരു അംഗീകാരമാണ് ഈ ഈ സ്വരമാതിരി. അത് എൻ്റെ തന്നെയാണ് എന്നുള്ളത് അത് പറയണം എന്നുള്ളത് അത് ഞങ്ങളതാണ് എന്ന് നിങ്ങൾ പറയരുത്. കാരണം ഇതിനെങ്കിലും എനിക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അതിനെങ്കിലും വഴിയൊരുക്കി തരണം. കാരണം എനിക്ക് ഈ സൗണ്ടോ അല്ലെങ്കിൽ ഈ ഹൃദയമോ എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എന്തുണ്ടാവുക എന്നുള്ള ഒരു ഇതിലുകൊണ്ടാണ്. കാരണം സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ളത്. കാരണം ഹൃദയം പൊടിയുന്നില്ല. കാരണം ഇവരുടെയൊക്കെ ഹൃദയം നമ്മുടെ അതിനകത്ത് നമുക്കിങ്ങനെ ഒരു പിന്നെ കണ്ണുനീര് വരും. അത് എന്താ പറയുക, ഗ്ലസറിന്റെ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ പോലെ നമ്മുടെ സ്വപ്നങ്ങൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നു. അവരെയൊക്കെയാണ് സ്നേഹിക്കുക. നമുക്ക് നല്ല ഹൃദയത്തിന് വേണ്ടി നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ ഹൃദയം കൊടുത്ത് നമ്മുടെ നിസ്സാരമാക്കിയിട്ട് മറ്റുള്ള ഹൃദയം നമുക്ക് നല്ല നല്ല ഹൃദയമായി നമ്മൾ എടുക്കാറുണ്ട്, നമുക്ക് സ്നേഹിക്കാറുമുണ്ട്. എങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി കണ്ണീർ തുള്ളികൾ എന്ന് പറയുന്ന ഈ പാട്ടുകൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ണീർ തുള്ളികൾ വീണുടയും വെള്ളാരം കല്ലിൽ ചൊരിയും പ്രഭയ മിഴിനീർക്കണമൊരു കൊച്ചു സ്വപ്നത്തിൻ കൂടൊരുങ്ങി ഈരാവിൽ വിണ്ണിൻ മൺകൂടൊരുങ്ങി അറിയാത്ത നേരത്ത് ഈ കൊച്ചു ചില്ലൈ അറിയാതെ ഞാൻ തളർന്നിരുന്നു. ഇന്നീരാവിൻ സ്മൃതിയിൽ അറിയാതെ ഞാൻ അവൻ എന്നു വരുമെന്നോർത്ത് ഈ നിലാവിൽ കാലൊച്ചയാം നിഴൽപാത പോലെ ഏകയായി ഞാൻ കാത്തിരുന്നു എൻ പ്രിയതമനറിയാതെ ഈ രാഗാദ്ര തീരത്ത് ഈ കൊച്ചു ചില്ലയിൽ എൻ അമ്പിളി കൂട്ടിൽ ഏകയായി ഞാൻ കാത്തിരുന്നു ഈ മാനത്തെ വെണ്ണിലക്കൂട്ടിൽ ഏകയെപ്പോലെ ഈ മാനത്തെ വെണ്ണിലക്കൂട്ടിൽ ഏകയെപ്പോലെ. അതേപോലെ എന്താ പറയുക, വരികൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ആ അനുഭവവും കാഴ്ചപ്പാടുകളും ഒന്നോ രണ്ടോ വരികളും അത് മനുഷ്യന്റെ എന്താ പറയുക പുതിയ ടെക്നോളജി ന്യൂ ജനറേഷനിൽ ഇതിന് തന്നെ സ്കോപ്പുള്ളൂ. എങ്കിലും നമ്മുടെ കവിതകൾ സെക്കൻഡ് വരുന്ന കവിതകൾ രണ്ടാമത് വരുന്ന നമുക്ക് തരുന്ന ഹൃദയങ്ങളെയാണ്. ഇത് നമുക്ക് തരുന്ന ഞങ്ങൾക്കാണ് ഇവിടെ അവകാശമുള്ളത്. ഞങ്ങളാണ് ഇവിടെ എല്ലാം പാടിക്കുന്നത്, ഞങ്ങളാണ് ഇവിടെ എല്ലാം കണക്കൂട്ടുന്നത്, ഞങ്ങളുടെയാണ് ഈ ലോകം എന്ന് പറയുന്ന ജനങ്ങൾ. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ എഡ്യൂക്കേഷന്റെ ഭാഗമാണ് നമ്മുടെ പോലുള്ളവരുടെ എഡ്യൂക്കേഷനും വിദ്യാഭ്യാസത്തിലൂടെ ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പറയുക എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വ്യത്യസ്തമായ സർപ്രൈസുകൾ ഇതിനെയൊക്കെ തെളിഞ്ഞ് വേണം നമുക്ക് ഇനി വരും കാലങ്ങളിൽ മറ്റുള്ള ഡൈനാമിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ മിക്സാക്കിക്കൊണ്ട് പുതിയ പ്ലാറ്റ്ഫോമിലെത്താൻ. എങ്കിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ പ്ലാറ്റ്ഫോം നമ്മുടെ പ്രതീക്ഷകളെ നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് കണക്കൂട്ടാം. എന്തായാലും ഇതിന്റെ എന്താ പറയുക ഒരു വ്യത്യസ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ശത്രുക്കൾ അത്ര ചെറുതൊന്നുമില്ല. എങ്കിലും അവരുടെ പ്രതീക്ഷ അവരുടെ ജീവിതം വളർച്ചയിൽ മാത്രം ജീവിക്കുന്നു. എങ്കിലും അവരുടെ ജീവിതം വളർച്ചയും ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രെയിനിലോ ഹൃദയത്തിലോ ഒന്നുമില്ല. അവർ കണക്ട് ചെയ്തേക്കുന്ന ഹൃദയം അല്ലെങ്കിൽ പോട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കൂടെ ശത്രുവായി മാറി എൻ്റെ ഹൃദയത്തിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ മറ്റു പല കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ വിമർശിക്കാറുള്ളത്. അത് മനുഷ്യൻ എന്താ പറയുക മറ്റുള്ള ഒരു ഇതൊന്നുമല്ല, എങ്കിലും വിമർശിക്കുന്നു എനിക്കും അറിയാം.
എല്ലാം, അല്ലെങ്കിൽ എനിക്കും ഞാൻ ജീവിക്കുന്ന ഇന്ത്യയിൽ പോലെ ഭരണാധി ജനാധിപത്യം കൊണ്ട്. കാരണം ഞാനാരെ ദ്രോഹിക്കാനോ മറ്റോ രീതിയിലൊന്നും അവർക്ക് മേടിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാനോ അവരുടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതെല്ലാം സ്പഷ്ടമായിട്ട് നമ്മുടെ സദസ്സിൽ നമ്മുടെ ഹൃദയത്തിന്റെ രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അത്രയും മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ദ്രോഹിച്ചു തീർന്നില്ല കഴിഞ്ഞപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാഹചര്യങ്ങളിൽ നടക്കട്ടെ. എന്തായാലും എൻ്റെ കണക്കുകൂടും കാര്യങ്ങൾ ഇതിനെക്കുറിച്ചും ഉള്ള പറ്റിയുള്ള കണക്കുകളും പിന്നെ ബാക്കിയുള്ളതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിയമത്തിന്റെ വഴിക്കൊന്നും പോകുന്നില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം വിമർശനങ്ങൾ ഉണ്ടാകാൻ റേറ്റ് നമ്മുടേതാണ്, അല്ലെങ്കിൽ വരുമാനങ്ങൾ നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജനതമാണ്. മോഷണമാക്കിയതിന് കൂട്ടാതെ സോഫ്റ്റ്വെയർ മോഷണം, ഓൺലൈൻ തട്ടിപ്പായാലും ഓൺലൈൻ മോഷണമായാലും ഇങ്ങനെയൊക്കെയുള്ള ചാനലുകളും ഈ നികുതിയും ടാക്സും കൊളോജിയവും സ്പെക്ട്രമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള ചാനലുകളും അനുമതി കൊടുത്ത ആപ്പുകളും ഗൂഗിൾ അഡ്സൻസും ഗൂഗിൾ അക്കൗണ്ടും ഒക്കെ ഉള്ള ഈ നാട്ടിൽ മറ്റുള്ള അതുപോലുള്ള ക്രാഫ്റ്റ് വർക്ക് പോലുള്ള അക്കൗണ്ടും ഒക്കെ ഉള്ളിടത്ത് സർക്കാർ അനുമതി കൊടുത്തിരിക്കുന്ന ലൈസൻസ് ഉള്ളിടത്താകുമ്പോൾ നിയമം ഉണ്ടാവും. നിയമം ഇല്ല എങ്കിൽ അതും നമ്മൾ വിജയം നമ്മുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ സന്തോഷമായി മാത്രം കൂട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം മുമ്പോട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും സാധാരണപ്പെട്ടവർ മരിച്ചു പോകുമ്പോഴും അവിടെയും നമ്മുടെ മരണങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അവരെക്കുറിച്ചുള്ള ക്യാമ്പയിനിങ് എല്ലാം കണക്കൂട്ടൽ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വിഷമം മാത്രം ഈ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ ജാതികളെ കൊണ്ടും മനുഷ്യനെ കൊണ്ടും ഉണ്ടാകുന്ന കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഭാഷകൾക്ക് ഉണ്ടാകുന്ന ജാതികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയാണ് ഞാൻ കണക്കാക്കുന്നത്. അവരൊന്നും ഉപയോഗിക്കാൻ എടുക്കാനോ ഒന്നുമില്ല എന്നും തീവ്രവാദങ്ങളും രാജ്യദ്രോഹവും ചെയ്യാൻ വളരുന്ന ഒരു ബേസായിട്ട് മാത്രമാണ് ഇന്ത്യയും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിൽ മാത്രം കണക്കൂട്ടിക്കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള വ്യത്യാസം. അതും കൂടെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എല്ലാം ആയി എന്നുള്ള ഒരു കണക്കൂട്ട് എല്ലാം നമ്മളിൽ എന്നിലും ഉണ്ട്, ഇതിൻ്റെ പേയ്മെൻറ്റ്സിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്നുള്ള ഒരു കണക്കൂട്ടൽ ഒരു ചരിതാർത്ഥ്യം അതിലുണ്ടാവുന്നു എന്നുള്ളതാണ് ആ ഒരു സത്യം. അന്നേരം മറ്റുള്ളവരെന്ത് വിമർശിച്ചാലും പറഞ്ഞാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലെങ്കിലും നിങ്ങളുടെ സ്വന്തം ജീവിത രീതിയിൽ മറ്റുള്ള ബ്രെയിനുകളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്നവരെ പോലെയോ ഒക്കെയുള്ളവരുടെ ഹൃദയങ്ങൾ നിങ്ങളിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയം നോർമലും ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അറിയാം. അത് എഞ്ചിനീയർ ആയാലും ഡോക്ടേഴ്സ് ആയാലും അഡ്വക്കേറ്റ് ആയാലും പോലീസായാലും എല്ലാ രീതിയിലുള്ള പ്രവർത്തന മേഖലയിലുള്ള ആൾക്കാരായാലും എന്നാലും ബാക്കിയുള്ള എഡ്യൂക്കേഷനെ നമ്മൾ പഠിച്ചു വന്ന വളർച്ചയെ കുറിച്ച് മാത്രമാണ് ഏത് രീതിയിലുള്ള വളർച്ചയെ കുറിച്ചുള്ളത്. ആഹാരത്തിനെ കുറിച്ചായാലും മറ്റുള്ള ഭക്ഷണത്തിനെ കുറിച്ചായാലും ജനങ്ങളുടെ അസുഖമില്ലായ്മയെ കുറിച്ചും എല്ലാം തന്നെ. അതേപോലെ വിദ്യാഭ്യാസം ഇല്ലായ്മയെ കുറിച്ചുമുള്ള കവിതകളെ കുറിച്ചായാലും കവിതകൾ എല്ലാത്തിനെ കുറിച്ചായാലും പാട്ടുകളെ കുറിച്ചായാലും അതിനെ തകർക്കാൻ നോക്കുന്ന ദ്രോഹിക്കാൻ നോക്കുന്ന മറ്റുള്ളവർ വളരാൻ വേണ്ടി അവരുടെ ഹൃദയം വെച്ച് അത് നമുക്ക് ഗുണങ്ങളല്ല, നമ്മുടെ സ്വപ്നം സ്നേഹം സന്തോഷങ്ങൾ നമ്മൾ വളർത്താം എന്ന് വെക്കുന്ന ജനങ്ങൾക്കാവും അവതാവും. അതും രാജ്യദ്രോഹത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പാട്ടുകളെയും കവിതകളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വ്യത്യാസമാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഗാനങ്ങളും കവിതകളും ഒക്കെ ആയിട്ട് ഇതേപോലെ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ ഞാൻ തുടർന്ന് എൻ്റെ സംവാദങ്ങളും അല്ല എൻ്റെ പ്രവർത്തനങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവിടെയും ഒരാളെ ദ്രോഹിക്കുകയോ ഒരാളെ വിമർശിക്കുന്നില്ല. ചിലരെ വിമർശിക്കേണ്ടി വരുന്നു. കാരണം ഞാൻ എൻ്റെ ഹൃദയം, എൻ്റെ ഇന്ത്യ അല്ലെങ്കിൽ എൻ്റെ ജാതി, എൻ്റെ രാജ്യം മലയാളം അല്ലെങ്കിൽ എൻ്റെ സ്വപ്നം, എൻ്റെ പ്രതീക്ഷ എല്ലാധികം നാട്ടിനെ കുറിച്ച് അത് ജനാധിപത്യവും മതേതരത്വവും അവിടെ വർഗീയ തന്നെ കയറി വരുന്ന ഒരു ഹൃദയ ആറ്റ് എന്ന് പറഞ്ഞാൽ ദ്രോഹം ഒരു തലമുറ ഇല്ലാത്ത മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അവിടെ എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഹൃദയത്തിലോട്ട് കടത്തി വിടുകയുള്ളൂ. അവിടെ നമ്മൾ ജനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ വിധത്തിലുള്ള ആവിഷ്കാരങ്ങളും പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക എന്നുള്ള പ്രതീക്ഷകൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വരും കാലങ്ങളിൽ ഇനിയും വരാം. എന്തായാലും എനിക്ക് ഒരു അരമണിക്കൂർ ഇതേപോലെ ലൈവ് സ്പെൻഡ് ചെയ്യുകയും എൻ്റെ വീഡിയോ കാണുകയും എന്നെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോൾ ഞാനൊരു ശത്രുവല്ല എന്നുള്ളതും സാധാരണക്കാരനായാലും പൈസക്കാരനായാലും പൈസയില്ലായ്മ വളർച്ച നിങ്ങളുടെ ഒക്കെ ഒരു എന്താ പറയുക ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ തന്നെ സ്നേഹിക്കാൻ കഴിയുള്ളൂ, ചിന്തിക്കാൻ സ്വപ്നങ്ങൾ കഴിയുള്ളൂ. നാളെ വരുന്ന കാലങ്ങളിൽ നമ്മുടെ ആയുസുകൾ എത്തിച്ചാവുമ്പോഴെങ്കിലും നമ്മുടെ സന്തോഷങ്ങൾ, നമ്മൾ അനുഭവിച്ച സുഖങ്ങളെക്കുറിച്ചൊന്നും വിഷമങ്ങളെക്കുറിച്ചൊന്നും മരിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ നമ്മുടെ ഈ പ്രതീക്ഷകളിലുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുള്ളതും അതേപോലെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ എനിക്ക് ജീവിക്കാമല്ലോ എന്നുള്ള പ്രതീക്ഷ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ അതേപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കാമെന്നുള്ള പ്രതീക്ഷകൾ മാത്രമേ എൻ്റെ മനസ്സിൽ ഒതുങ്ങിയിട്ടുള്ളൂ. അതേപോലെ എൻ്റെ ഒരു രണ്ടാമത്തെ സ്വർലയമണികൾ എന്നുള്ള ഒരു കവിതയും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും പാടാം. അതിനുശേഷം നമ്മൾ സാധാരണ വൈൻഡപ്പ് ചെയ്യുന്ന മറ്റുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വൈൻഡപ്പ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നേക്കും. കാരണം മറ്റുള്ള രീതിയിലുള്ള പ്രോഗ്രാമുകളാണ്, മറ്റുള്ള കാര്യങ്ങളും
കഥകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള സാഹചര്യമുള്ളൂ. അതേപോലെ എല്ലാം നമ്മുടെ പോസിറ്റീവ് ബാക്കിയുള്ള സപ്പോർട്ടുകളും എല്ലാം ഭരണകൂടത്തിൻ്റെയും മറ്റുള്ള എൻ്റെ ആക്ടിവിറ്റികൾ വരെ ഇപ്പോൾ ഡിലക്ട് ചെയ്തിരിക്കുന്ന ഇലക്ഷൻ്റെ കാര്യങ്ങൾ പറയാണ്. അതിനകത്തുള്ള വരുമാനങ്ങൾ എൻ്റെ ഫോളോവേഴ്സിനെ ഇലക്ഷനകത്തോട്ട് കണക്ട് ആക്കി കൊണ്ടുവന്നുണ്ടെങ്കിൽ വരുമാനങ്ങൾ അടിച്ച് മാറ്റിയത് അത് ചെറിയ കളക്ഷനല്ല. ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 4,900,000 610 ഫോളോവേഴ്സിന് അതിനകത്ത് 6 കോടി രൂപ ഇത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ എന്നിട്ട് ആ ആക്ടിവിറ്റി ഓഫ് ആക്കി ഇതിനെ പൊട്ടാക്കിയിട്ട് സർക്കാരിലോട്ട് എത്തിച്ചെന്ന് അതിൻ്റെ ഒരു ഫയലോ ഒരു മെസ്സേജുകളോ ഒന്നും ഇതുവരെ ഇല്ലെങ്കിലും എടുക്കുന്നില്ല. അത് പറയുന്നില്ല. പോസ്റ്റ് ഓഫീസ് ആരായാലും ഹാക്ക് ചെയ്തെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്കും നമ്മൾ നമുക്ക് പറയണ്ടേ. അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിനോടും അതേപോലെ എൻ്റെ ഇലക്ഷൻ എന്തൊരു കേസ് എന്നും പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഭാഗം മാറ്റിയിട്ട് SP എന്നും പറഞ്ഞാക്കി കമ്പാക്ട് ചെയ്യുന്നത് അത് ചെയ്ത് ശരിയല്ല. അത് മോശമല്ല. അത് നമ്മുടെ രാജ്യത്തും ഇന്ത്യയിലും കേരളത്തിലുള്ള നിങ്ങൾക്കൊക്കെ ജീവിച്ചാൽ മതി, ഞങ്ങൾക്ക് ജീവിക്കാൻ അങ്ങനെയുള്ള നിയമങ്ങൾ നല്ലത് പറഞ്ഞു. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അന്നേരം ഇതേപോലെ അവരെ പോലെയൊക്കെ ചെയ്യണ്ടേ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സ്വരലയമണികൾ സ്വരലയമണികൾ അലിയും ഈ ഗ്രാമഭൂവിൽ ഒഴുകുമി നദിയ കണ്ണീർ കണമി അലിയും പ്രകൃതി തീരം അണിഞ്ഞൊരുങ്ങുന്നു പ്രകൃതീശ്വരിയാം വയലോരങ്ങൾ മലനിര താഴെ അണിയുന്നു ഇന്നുദിക്കും വസന്തരാഗം സ്വരലയമാം നീ തന്ത്രിക മീട്ടി ഉണരും നീ വസന്ത രാവിൽ ഉദിച്ചു നിൽക്കും സൂര്യന്മാർ ഉദിച്ചു നിൽക്കും സൂര്യന്മാർ അണിഞ്ഞിടുന്നൊരു പുൻപ്രഭയാലി ഇന്നീ സാരി തീരത്ത് വിരുന്നു വന്നൊരു വേഴാമ്പൽ ഞാൻ ഇന്നീ മലയുടെ തീരത്ത് അണിഞ്ഞൊരുങ്ങി മരതകലതയാൽ ഒടുത്തണിഞ്ഞൊരു വർണ്ണങ്ങൾ അണയും പ്രകൃതി സൂര്യൻ ഇന്നീ മരതകരാവിൻ കരയിൽ ഉണരും പുതിയൊരു പ്രഭയാലേ ഉണരും പുതിയൊരു പ്രഭയാലേ. നമ്മള് ആരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പറയില്ല. എങ്കിലും നമ്മുടെ ഓരോ കണക്കൂട്ടൽ കൊണ്ട് നമ്മുടെ ആക്ടിവിറ്റികളെ മറ്റുള്ള കണക്കൂട്ടൽ സാധാരണ മനുഷ്യന്റെ ഹൃദയങ്ങളെ സഹിക്കേണ്ടത്. പക്ഷെ മൃഗങ്ങളുടെ ഹൃദയം പറയുന്നില്ല. പട്ടികളുടെ ഹൃദയത്തിനകത്ത് പട്ടികൾ സ്കൂളിലും പോയിട്ടില്ലെന്നുണ്ട്. അത് ആവശ്യത്തിന് അല്ലെ തന്നെ വിദ്യാഭ്യാസമില്ലാതെ ബ്രെയിനകത്താണെന്നുണ്ടെങ്കിൽ ഈ പട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും വേറെ രീതിയിലായാലും എഞ്ചിനീയർമാരാക്കിയാലും ഹൃദയങ്ങൾ ഇടേണ്ടതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയും നമ്മുടെ കേരളത്തിലെ മനുഷ്യന്റെ ഹൃദയങ്ങളായിരുന്നു. ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജാതികളെയും പല മനുഷ്യരിട്ടിട്ട് നമ്മുടെ ഹൃദയമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ എത്ര നിയമം പറഞ്ഞാലും പിന്നെ ദ്രോഹിക്കണം. അവരുടെ എന്താ പറയുക, അവരുടെ ജീനുകളിൽ ഉത്ഭവിക്കുന്ന അവരുടെ ആഹാരങ്ങളിൽ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ മറ്റുള്ള വേരുകളായി മാറിക്കഴിഞ്ഞാൽ അവരുടെ മറ്റുള്ള സുഖങ്ങളും ചിന്തകളും സ്വപ്നങ്ങളും മനുഷ്യന്റെ ഹൃദയങ്ങളെ ദ്രോഹിക്കണമെന്നും കരയിപ്പിക്കണം ശ്രമിക്കണം. അത് നമുക്ക് അറിയാം. എല്ലാ കണക്കൂട്ടും മൊത്തം മരണം വരെ നമ്മുടെ കണക്കൂട്ടിൽ നമുക്കറിയാം. പിന്നെ എന്താ പറയുക, ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളെ വീണ്ടും ജീവിക്കാൻ വേണ്ടി ഫണ്ട് സഹായിക്കുന്ന മറ്റുള്ള ജാതിയിൽപ്പെട്ട മനുഷ്യർ അല്ലെങ്കിൽ മറ്റുള്ളവരെ വളർത്താനായാലും അല്ലെങ്കിൽ നമുക്കുള്ള അംഗീകാരങ്ങൾ ഇല്ലാതെ പോകാനായാലും അത് നമ്മുടെ കോളേജ് സബ്ജക്ട് നമ്മളൊരു ഹൈന്ദവൻ എന്നുള്ള രീതി അല്ലെങ്കിൽ ഹിന്ദു എന്നുള്ള ഇന്ത്യക്കാരൻ എന്നുള്ള മലയാളി എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ ഒരു രാജ്യത്ത് ഒരു നല്ല ഒരു സമുദായത്തിലുള്ള നായർസ് അല്ലെങ്കിൽ
ഒരു എന്താ പറയുക, ഒരു അതിനൊരു സബ് കാസ്റ്റ് ആയ ഒരു പിള്ളേ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മുടെ ഹൃദയം കൊണ്ടുപോവുകയും നമ്മുടെ അവകാശികൾ പാരമ്പര്യമായിട്ട് വന്നുപോയ നമ്മുടെ ഹൃദയങ്ങൾക്ക് നമ്മൾ ചെയ്തു ചേരേണ്ട കുറേ കാര്യങ്ങൾ നമ്മളിൽ എത്തേണ്ട എത്തിക്കാതെ അതിനെ മോഷ്ടിച്ചുകൊണ്ടും മാറ്റി വഴി തിരിച്ചുകൊണ്ടും ഒക്കെ ചെയ്ത് നമ്മൾ ദ്രോഹിക്കുന്ന ഒരു രോഗമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. കാരണം നമ്മുടെ ആത്മാക്കളെ, എൻ്റെ ആത്മാക്കളെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ ആത്മാക്കളെ വരും കാലങ്ങളിൽ വരുന്ന സപ്പോർട്ടുകൾ ചെയ്ത് വളർത്തേണ്ട രീതി വളർത്താതെ മറ്റുള്ളവരെ വളർത്തുന്ന ഒരു കണക്കൂട്ടലാണ്. സ്വന്തം ജാതികൾ തന്നെയാവാം, അവരുടെയൊക്കെ ബ്രെയിൻ കൂട്ടുണ്ടാവാം, അവരുടെയൊക്കെ വിദ്യാഭ്യാസം, അവരുടെയൊക്കെ മറ്റു ഓരോ കാര്യങ്ങളും ആവാം. എന്തായാലും ഈ ജാതി ഈ ഗോത്രം മൊത്തം ഒന്നിപ്പിച്ച് തീരാം എന്നുള്ള പ്രതീക്ഷയായിരിക്കും നമ്മൾ എന്നെപ്പോലുള്ളവരുടെയും ഹൃദയങ്ങളെ ചോദിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് കണക്കൂടുള്ളൂ. എങ്കിലും എന്നെ സ്നേഹിക്കുന്നത് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഞാൻ നിങ്ങളെ ആരും ദ്രോഹിക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും എന്നെ ദ്രോഹിക്കുന്നവർ അവർക്ക് വളരാനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൊണ്ട് അവർ വളരുന്നല്ലോ എന്നുള്ള ഒരു വ്യത്യാസ അത് എന്നിലൂടെ ആയാലും എൻ്റെ നാശത്തിലൂടെ ആയാലും സംഭവിച്ചല്ലോ എന്നുള്ള ഒരു വ്യത്യാസങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നല്ല വളർച്ചകളുമാകട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വരും കാലങ്ങളിലെങ്കിലും പ്രത്യാശയോടെ വേറെ ഒരു ലോകം, ഒരു കവാടം, ഒരു ഇന്ത്യക്കാരനല്ല ഒരു മലയാളി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു പ്രതീക്ഷ കണക്കൂട്ടുകൾ, അത് നിയമം, ജനാധിപത്യം, സ്വപ്നങ്ങൾ, വീറും വൃത്തിയും, അതേപോലെ മറ്റു പലതും, എൻ്റെ സ്വപ്നങ്ങൾ കൂടി, എൻ്റെ ജാതികളെ കൂടി, അതേപോലെ എൻ്റെ ഹൃദയത്തിനെ കൂടി, എൻ്റെ മതത്തെ പോലെ സ്നേഹിക്കുവാൻ ഇനിയും നാട്ടുകാരുണ്ടാവട്ടെ. മറ്റുള്ള നാട്ടിലുള്ള ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കുവാനും ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയോടെ അവരുടെയൊക്കെ ജീവിതങ്ങൾ വീണ്ടും ഇന്ത്യയിലും അതേപോലെ നമ്മുടെ നാട്ടിലും ഒക്കെ നാടുകളിൽ തന്നെ ആയതുകൊണ്ട് ഉള്ള പ്രതീക്ഷകളും ആവട്ടെ എന്നുള്ളതേ പറയുന്നുള്ളൂ. എന്തായാലും നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു കമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിന്തനം നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ പറയാറുണ്ട്. അതിൻ്റെ വരുന്ന റെസ്പിറേഷൻ ഓരോരുത്തർ എന്താ പറയുക, ഒരു കണക്റ്റുകൾ കൊണ്ടുവന്ന് പറഞ്ഞ് പോകേണ്ട ഒരവസ്ഥ വരുന്നു. കാരണം മറ്റുള്ളവരുടെ ബ്രെയിനുകൾ അറ്റാക്ക് ചെയ്തിട്ട് ആക്ട് ചെയ്തതിന് ശേഷം ഇല്ലാത്തതിന് ശേഷം ഹൃദയങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ദ്രോഹം മനസ്സിലെ ചിന്തകളും വളർച്ചകളെയും പണങ്ങൾ കൊടുത്തും അവർ കൈ മേടിച്ചതിന് ശേഷം അവരുടെ ഹൃദയങ്ങളിലേക്ക് വൈറസുകളെ എത്തിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് അതും നമുക്കറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൽ വലിയ വൈറസ്. അതുകൊണ്ട് അവർക്കൊക്കെ അറിയാം, അവർക്കൊന്നും അറിയത്തില്ല മറ്റുള്ള ജീവിതങ്ങളും സുജീവിതങ്ങളുമാണ് എന്നുള്ളത് കൊണ്ട് അവരെ നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു കാലത്തും എനിക്ക് പട്ടി എന്നുള്ള ഒരു ആക്ഷേപം പറയേണ്ടി വന്നെങ്കിലും അത് വിമർശിക്കേണ്ടി വന്നെങ്കിലും പട്ടി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഒരു ജീവി പട്ടി എന്ന് വിളിക്കുക, ആരോ ജീവിയുടെ ഹാർട്ട്, ഹൃദയം എന്നുള്ള അതിന് വേറെ ഒന്നും നമ്മൾ മനുഷ്യനോട്ട് കമ്പയർ ചെയ്യുക എന്നുണ്ട്, ഹൃദയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷെ മനുഷ്യനോട്ട് ഞാൻ അതിനെ കമ്പയർ ചെയ്യുന്നില്ല. അതിന് ഹൃദയങ്ങളെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതായി മാറുന്നു, സ്വഭാവവും രീതിയും ഒക്കെ ആയി മാറുന്നു എന്നുള്ളതേ പറയും. പക്ഷെ എനിക്ക് എന്തായാലും ശത്രു ആവാവും എന്തോന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഇല്ലായ്മ കൊണ്ട് ഇട്ടിട്ട് ഹൃദയങ്ങൾ ഇട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡാറ്റകളായാലും അത് ഡാറ്റകൾ ഇല്ലാത്തതായാലും അത് വൈറസ് ഉണ്ടാക്കാൻ വേണ്ടി, ഫംഗസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റകളാണെങ്കിലും ഈ പറയുന്ന എൻ്റെ ഹൃദയങ്ങൾ ഞാൻ കൊണ്ടിട്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ഹൃദയങ്ങളിലൂടെയാണ്. അവർ എന്നെ വിമർശിക്കുകയോ പിന്നെ എൻ്റെ അനേജ്മെൻറ്റുകൾ എന്തായാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, എൻ്റെ ശക്തികളും ബുദ്ധികളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് എൻ്റെ വയറിലോട്ട് കയറുന്ന വൈറസുകളെല്ലാം തന്നെ എൻ്റെ ബ്രെയിനെ ഡാറ്റകളെ ആക്കാക്കി എൻ്റെ ഹൃദയങ്ങളും ബ്രെയിനും ഇല്ലാണ്ടായി തന്നെ കുറഞ്ഞു പോവുകയുള്ളൂ അതിൻ്റെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ജീവികളൊന്നും ശത്രുക്കളാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ ശത്രുത ഇല്ലാത്ത ജീവികളെയും ബ്രെയിൻ അവരെ ജീവിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി കഴിഞ്ഞാൽ മറ്റുള്ള ബ്രെയിൻ ഇല്ലാത്ത ജീവികൾ അത് അവരെ കൊണ്ട് വീണ്ടും നമ്മുടെ ഹൃദയത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അവരെ ബി പി കൂടുന്നില്ലെങ്കിൽ ഷുഗർ കൂട്ടിക്കൊണ്ടിരിക്കും. അന്നേരം അവരുടെ ഉണ്ടാകുന്ന മറ്റുള്ള ജീനുകളുടെ അപാകത കൊണ്ടുകൊണ്ട് മറ്റു രോഗങ്ങൾ എനിക്ക് വന്ന് ഭവിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാനലുകളൊന്നും വളരില്ല എന്നുള്ളതാണ് ഇതേപോലെയുള്ള ബ്രെയിൻ. കാരണം അത് മറ്റൊരു ഹൃദയം എന്ന് വെച്ചാൽ ഈ പറയുന്നത് തന്നെ നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു അവസ്ഥയിലുള്ള ഒരു മൃഗം. ഇതേ മൃഗത്തിൻ്റെ വേറെ ഒരു ജോയിന്റ് മൃഗങ്ങളാണ്. എന്തായാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. എന്നാലും ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ പോലുള്ളവർ ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളും നിങ്ങളുടെ ഹൃദയമായിട്ട് കമ്പയർ ചെയ്ത് ഞങ്ങൾ ഹൃദയമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ലൈക്കുകളും ഷെയറുകളും കമൻറ്റുകൾ ചെയ്യണം, സ്നേഹിക്കണം എന്ന് മാത്രമേ പറയാം. എന്താ ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. എന്തായാലും എനിക്കിതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ട്. അതുകൊണ്ടാണ്. കാരണം വരും കാലങ്ങളിൽ നിങ്ങളുടെ സ്നേഹമില്ലെങ്കിലും എനിക്കൊന്നും വളരുകയല്ല. കാരണം നമ്മുടെയൊക്കെ വീർവൃത്തിയാവതുമായ സുഖമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ കണക്കൂട്ട് കമ്പ്യൂട്ടറുകൾ ഒരുവിധം നമ്മുടെ മരണം വരെ നമുക്ക് കണക്കൂട്ട് അറിയാവുന്നത്. കാരണം അതിൻ്റെ ജാതിയെക്കുറിച്ച് പറയുന്നതിന് അറിയാമല്ലോ. കാരണം കക്ഷി രാഷ്ട്രീയങ്ങളും അതേപോലെ തന്നെ മത ഏകോപനവും അതേപോലെ അമ്പലങ്ങളും വിഗ്രഹങ്ങളും പള്ളികളും മറ്റുള്ള ആൾക്കാരുടെ ഹൃദയങ്ങളും അതേപോലെ കണക്കൂട്ടലും ആചാരങ്ങളും ഒക്കെ അതിൻ്റെ പേര് ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലും മുസ്ലിങ്ങളുടെ പള്ളിയിലും ക്രിസ്ത്യാനി പള്ളിയിലും മറ്റേ തിരിഞ്ഞും പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താവും ഹൃദയങ്ങളുടെ അവസ്ഥ എന്നുള്ളത് കണക്കൂട്ടുക. എന്തായാലും വരും എപ്പിസോഡുകൾ നിങ്ങൾ ഈ പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യും, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യും
ഇതിൻ്റെ വരുമാനങ്ങളും സാധാരണ ചാരിറ്റികൾക്ക് വേണ്ടി എൻ്റെ അറ്റൈൻ്റെ ഇന്റർനാഷണൽ വേണ്ടിയിട്ട് വരും കാലങ്ങളിൽ ഗുണങ്ങൾ ഉണ്ടാകുമായിരിക്കും. അതുവരെ എൻ്റെ ഹൃദയത്തിൻ്റെ സാലറികൾ നിങ്ങളുടെ എല്ലാം കാരണങ്ങൾ ജീവകാരണങ്ങൾക്ക് വേണ്ടി ചാരിറ്റി ട്രസ്റ്റുകളായി മാറും എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ എൻ്റെ ആയുസ്സുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം താൽക്കാലികമായി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്ന് മാത്രമേ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ബൈ ബൈ.